ഗേറ്റ് വേ ടു റൊമാൻറ്റിക് റൈം. യെസ്, ജർമ്മനിയിലെ നഗരമായ ബോണിനാണ് ഈ ഒരു വിശേഷണം ഉള്ളത്. നമ്മൾ ഇന്നുള്ളത് ബോണിലാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. വെൽക്കം ടു ബോൺ. ഇവിടെ ടൗണിന്റെ ഒത്ത നടുക്കായിട്ട് ഓൾഡ് ബോൺ ടൗണിന്റെ ഒരു മിനിയേച്ചർ ബോൺസ് മോഡലുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല വലിയ നഗരങ്ങളുടെയും ഓൾഡ് ടൈംസ് ആൻഡ് നൗ എന്ന രീതിയിലുള്ള പിക്ചർ കമ്പാരിസൺസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇവിടെ വരുന്ന ഓരോ വിസിറ്റേഴ്സിനും അത്ര ഒരു കമ്പാരിസൺ നടത്താൻ ഇത് എന്തായാലും ഉപകാരപ്പെടും. ഇതാണ് സിറ്റി സെന്റർ. ഒരു സിറ്റി സെന്റർ എന്നതിലുപരി ഇറ്റ്സ് എ സ്ക്വയർ ദാറ്റ് സെലിബ്രേറ്റ്സ് വൺ ഓഫ് ജർമ്മനീസ് ഗ്രേറ്റസ്റ്റ് കമ്പോസേഴ്സ്. ലുഡ്വിഗ് വാൻ ബീത്തോവനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദ ഗ്രേറ്റസ്റ്റ് കമ്പോസർ ആൻഡ് പിയാനിസ്റ്റ്. അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണ് ജർമ്മനിയിലെ ബോൺ. സിറ്റി സെന്ററിനുള്ളിലെ ഈ മഞ്ഞ ബിൽഡിംഗ് പെട്ടെന്ന് ആരുടെയും കണ്ണിപ്പെടാതെ പോവുകയില്ല. ഇത് ബോണിന്റെ പഴയ പോസ്റ്റ് ഓഫീസാണ്. ഈ മഞ്ഞ കളർ അങ്ങനെ വെറുതെ ഉണ്ടായതൊന്നുമല്ല. ജർമ്മൻ പോസ്റ്റ് ഓഫീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കളറാണ് ഈ യെല്ലോ. അതുപോലെ 18-ാം നൂറ്റാണ്ടിൽ വളരെ പോപ്പുലർ ആയിരുന്ന ബാരക് സ്റ്റൈലിലാണ് ഈ ഒരു ബിൽഡിംഗ് പണിതിട്ടുള്ളത്. ഇദ്ദേഹം ഒരു സ്ട്രീറ്റ് വയലിനിസ്റ്റ് ആണ്. എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. Wow, it's so cool, right? The Bonn Minster. തെറ്റിദ്ധരിക്കണ്ട, ഇതൊരു പള്ളിയാണ്. ജർമ്മനിയിലെ ഏറ്റവും പഴയ പള്ളികളിലൊന്ന്. കണക്കുകൾ പ്രകാരം 11-12 നൂറ്റാണ്ടുകളിലാണ് ഇതിൻ്റെ നിർമ്മാണം. അക്കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള റൊമാനിസ്ക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ പള്ളി പണികഴിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ക്രിസ്ത്യൻ വർഷിപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്ലേസിലാണ് ഇത്രയും ഈ ഒരു പള്ളി എന്നുള്ളത്. അങ്ങനെ പോയാൽ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്നതിലുപരി ഒരു റിലീജിയസ് കൾച്ചറൽ ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ പള്ളി. ഞാൻ മുൻപ് പറഞ്ഞില്ലേ റൊമാനിസ്ക് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഈ പള്ളിയുടേതെന്ന്. അതിൽ മെയിനായിട്ട് കാണാൻ കഴിയുന്ന ഫീച്ചേഴ്സ് ഒന്ന് ഈ ആർച്ചുകളുടെ റൗണ്ട് ഷേപ്പ്, അതുപോലെ സ്റ്റഡി പില്ലേഴ്സ്, പിന്നെ വാളിൻ്റെ തിക്നെസ് ഒക്കെയാണ്. മെയിനായിട്ട് റൊമാനിസ്ക് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളതെങ്കിലും ഗോത്തിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിൻ്റെ ഏതാനും ഇൻഫ്ലുവൻസ് ഈ പള്ളിയിൽ കാണാൻ കഴിയും. ജർമ്മനിയിലെ എല്ലാ പള്ളികളുടേതും പോലെ ഈ പള്ളിക്കും ഉണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസ്. പൊതുവെ ഇവിടെ മുഴുവൻ സമയങ്ങളിലും ആരാധന നടക്കാറാണ് പതിവ്. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒന്നാണിത്. എത്ര ആലോചിച്ചിട്ട് ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയാവോ? നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് ഇവിടം. എങ്കിലും എന്ത് ശാന്തതയാണ്. ഞാൻ മുൻപ് കാണിച്ച സിറ്റി സെൻറ്ററിനോട് ചേർന്നുള്ള ഒരു ഏരിയയാണിത്. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്തെന്നില്ലാത്തൊരു ശാന്തത തോന്നുന്നു. പലപ്പോഴും യൂറോപ്യൻ നഗരങ്ങളുടെ ഒരു സ്ഥായി ഭാവമാണ് ഈ ശാന്തത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെയുള്ള എല്ലാവരും മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിക്കുന്നുണ്ട്. അതാവും അതിന് കാരണം. ഇതെന്താണ് രണ്ട് അർത്ഥം മാറ്റപ്പെട്ട തലകൾ എന്നല്ലേ? ബോണിന്റെ വിശുദ്ധന്മാരായ സെന്റ് കാസസിന്റെയും സെന്റ് ഫ്ലോറൻഡസിന്റെയും തലകളാണവ. AD 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ മുറിച്ചു മാറ്റപ്പെട്ട തലകളാണിത്. ഇവയും ബോണിൻ്റെ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ കൾച്ചറൽ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗങ്ങളാണെന്ന് പറയാം. ജർമ്മനിയിലെ പ്രസ്റ്റീജിയസ് ആൻഡ് ഹിസ്റ്റോറിക് യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് ബോണിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 1818 ഇതിൻ്റെ നിർമ്മാണം. അന്നു മുതൽ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും പഠിപ്പിച്ച അധ്യാപകരുമായവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ചിലരൊക്കെ മഹാന്മാരുമായിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫ് ബോണിന് ഒരു പ്രൗഢമായ ചരിത്രമാണുള്ളത്. വെസ്റ്റേൺ ജർമ്മനിയിലെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റികളുടെയും ലാൻഡ്സ്കേപ്പ് ഒരുവിധം സിമിലർ ആണ്.
അതിലൊരു റിവർ മസ്റ്റാണ്. ബോണിലും ഉണ്ട് റിവർ. യൂറോപ്പിലെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റൈൻ റിവറാണ് ബോണിലൂടെ ഒഴുകുന്നത്. ബോണിലെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബൈ ഫോർ നൗ. ഞങ്ങളുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല, നിങ്ങളുടെ കാഴ്ചകളും.